സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എടുത്ത പല തീരുമാനങ്ങൾ, ചില നയങ്ങൾ, ചില നിലപാടുകൾ, അതിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് തെറിച്ചുപോയി പല ആളുകളും തെറിക്കാൻ വേണ്ടി ഒരു കാലപ്പുറയും ഒരു കാലിപ്പുറയും വെച്ച് നിൽക്കുകയാണ്. ഒരു തള്ളു കൊടുത്താൽ മതിയാണ് പോവാൻ. ആ രീതിയിലാണ് പലരും നിൽക്കുന്നത്. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ തൗഫീഖാണ്. എന്താണ് അവരെ പ്രകോപിപ്പിച്ചത്? സമസ്തയോട് പിണങ്ങി നിൽക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? എന്താണ്? സമസ്തയുടെ നേതാക്കൾ എടുത്ത ചില തീരുമാനങ്ങൾ നമുക്കെതിരായി എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരു മുഅ്മിൻ എന്താണ് ചെയ്യേണ്ടത്? പരലോകത്തിൽ വിശ്വസിക്കുന്നവൻ ചെയ്യേണ്ടത് എന്താണ്? എനിക്കെന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്റെ മശായിഖന്മാർ, എന്റെ ഉസ്താദുമാർ, എന്റെ നേതാക്കൾ, ഉമറാക്കൾ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അവര് പറഞ്ഞ രൂപത്തിൽ തിരുത്തി നേരെയാവാനല്ലേ ശ്രമിക്കേണ്ടത്. അതിന് പകരം അവരെ ചോദ്യം ചെയ്യുകയും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യലല്ല. അത് പിഴച്ചു പോകുന്നവന്റെ ലക്ഷണം. സുമ്മസ്തഖാമു എന്ന് പറഞ്ഞാൽ ആ വഴിയല്ല. ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എടുത്ത ഒരുപാട് തീരുമാനങ്ങളില്ലേ, ഞാനതൊന്നും വിശദമായി പറയുന്നില്ല. CIC-യുമായി ബന്ധപ്പെട്ട് സമസ്തയെടുത്ത തീരുമാനങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള മുശാവറയുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനമാണത്. അതുപോലെ എന്തൊക്കെ നിലപാടുകൾ സമസ്തയുടെ നേതൃത്വം ഈ അടുത്ത് എടുത്തിട്ടുണ്ടോ, അവർ എടുത്ത തീരുമാനങ്ങൾ 100% ശരിയായിരുന്നു, അള്ളാഹുവിന്റെ റിളയിലുള്ള തീരുമാനമായിരുന്നു എന്നതിന്റെ സാക്ഷിയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ ജനാസയിലൂടെ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ആ മരണത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠതാണ്. ആ തീരുമാനം അള്ളാഹുവിന്റെ റിളയിലുള്ളതാണ്. നിങ്ങൾ ഭൗതികമായ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും, ലോജിക്കുകൾ വെച്ച് അളന്നു നോക്കിയാലും, നിങ്ങൾ അളന്നു നോക്കുന്ന ലോജിക്കിന്റെ കോണിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷേ അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പ്രസക്തി എന്തായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ മരണസമയത്ത് ഷഹാദത്തിന്റെ വാചകങ്ങൾ ഉച്ചരിച്ചു കൊണ്ടുപോയത്. പുഞ്ചിരിച്ചുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന മുഖഭാവത്തോടുകൂടെ ആ ജനാസ കിടന്നത്. ചിന്തിച്ചോ? തിരിച്ചു വരാനും ആലോചിക്കാനുമുള്ള അവസരമാണ്. അള്ളാഹു നൽകുന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനല്ലേ എന്തൊക്കെ പരിഹാസങ്ങളാണ് നടത്തിയത്. ആലിക്കുട്ടി ഉസ്താദിന്റെ ഒരു ലെറ്ററിനെ ഇവിടെ ചോദ്യം ചെയ്തില്ലേ? ആലിക്കുട്ടി ഉസ്താദ് കൊടുത്ത ഒരു ലെറ്റർ, ആ ലെറ്ററിൽ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ സംശയത്തിന്റെ മുൾമുല